ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും ഇടുക്കിയിൽ സീറ്റ് ഉറപ്പിച്ച ഡീൻ കുര്യാക്കോസും ജോയ്സ് ജോർജും യുഡിഎഫിന്റെ ഉരുക്കുകോട്ടയായ ഇടുക്കിയിൽ 2014 അട്ടിമറി ആവർത്തിക്കാൻ തയ്യാറെടുക്കുകയാണ് LDF. NDAയിൽ BDJSന് തന്നെയാണ് സീറ്റ് സാധ്യത. 2 ദിവസം മുൻപ് എന്തൊക്കെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ. അതിനിപ്പോൾ ആര് തന്നെയാണെങ്കിലും നമ്മൾ അവരോടാണ് മത്സരിക്കേണ്ടത്. അതിപ്പം വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അത് ആ ഒരു മുഖവിളിക്കും. സ്ഥാനാർത്ഥിയെ ആരാണെങ്കിലും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, പ്രഖ്യാപിക്കട്ടെ. ആര് സ്ഥാനാർത്ഥിയായി വന്നാലും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞാൻ UDF സ്ഥാനാർത്ഥിയാണ്. വന്നാൽ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം ആണോ ഇനിയിപ്പോൾ മറ്റാരുടെയെങ്കിലും ആണോ എന്നുള്ളതൊക്കെ അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, മുന്നണിയാണ് തീരുമാനിക്കേണ്ടത്. അത് വരാനിരിക്കുന്ന ദിവസങ്ങളിലാണ് നമ്മൾ കാണേണ്ടത്. ഇടുക്കി നിയോജകമണ്ഡലത്തിൽ ആര് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് മത്സരിച്ചാലും UDF വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏത് സ്ഥാനാർത്ഥിയും സ്വാഗതം ചെയ്യും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഏത് സാഹചര്യത്തിൽ വന്നാലും തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഉജ്ജ്വലമായ വിജയം നേടുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും ഞങ്ങൾ സജ്ജമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിനോടുകൂടി സജീവമാവും. പാർലമെന്റ് മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, കഴിഞ്ഞ 5 വർഷക്കാലത്തെ UDF MP തികഞ്ഞ പരാജയമാണ്. ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയും ഈ ജില്ലയിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി പാർലമെന്റ് മണ്ഡലം നടപ്പാക്കിയിട്ടില്ല. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സന്ദർഭമാണ്. ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് ഇത്തരം പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഒരു അടിയന്തര പ്രമേയം, ഒരു സസ്പെൻഷനോ ഇല്ല, ഒരു കേന്ദ്രമന്ത്രിയെ കണ്ട് ഇത്തരം പരിസ്ഥിതി ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ അങ്ങ് പ്രവചിക്കുകയാണ്, അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. സ്വയം പ്രഖ്യാപിതമായ ഒരു ആൾരൂപമാണ് ഡീൻ കുര്യാക്കോസ്. ഏത് കാര്യത്തിനും പുള്ളി സ്വയം പ്രഖ്യാപിക്കും. അത് അദ്ദേഹം പ്രഖ്യാപിക്കട്ടെ. അത് തന്നെയാണല്ലോ ഇപ്പൊ കോൺഗ്രസ്. ഞാൻ മനസ്സിലാക്കുന്ന KPCC സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ.